ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുമളി വഴി എങ്ങനെ നമുക്ക് കമ്പത്തോട്ട് പോകാം എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ വരുന്നത് മൂന്നാർ റൂട്ടിൽ നിന്നുമാണ്. ഈ സ്ട്രെയിറ്റ് പോകുമ്പോൾ വന്ന് എത്തിച്ചേരുന്നത് കുമളി ടൗണിലാണ്. ഈ റൈറ്റ് സൈഡിൽ നിന്നും വരുന്ന റോഡ് കോട്ടയത്ത് നിന്നും വരുന്ന റോഡാണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം കുമളി ബസ് സ്റ്റാൻഡ്. സ്ട്രെയിറ്റ് കാണുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. ഇവിടുന്നാണ് നമ്മളെ എൻട്രൻസ്. പുറകോട്ടാണ് കുമളി. ഇവിടെ നേരെ നമ്മൾ തമിഴ്നാട്ടിലോട്ടാണ് കയറുന്നത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കമ്പമാണ്. കൂടുതലൊരു കമ്പം ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ടും തമിഴ്നാടിൻ്റെ ബസ്സുകളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ സ്റ്റാൻഡ് പണിയുന്നേ ഉള്ളൂ നിലവിൽ. ഇവിടെ അവർക്ക് സ്റ്റാൻഡിൻ്റെ അകത്ത് അങ്ങനെ ഒരു കിടത്തൊന്നുമില്ല. അവർ കറക്റ്റ് സമയത്ത് ബസ് എടുത്ത് പോവുകയാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഹെയർപിൻ വളവുകളാണ്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറ്റിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്സ് ഉണ്ട്. നല്ലൊരു വീക്കെൻഡിലൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റിയ മേഖലകളിൽ ഒന്നാണ്. അങ്ങനെ നമ്മൾ ഹെയർപിൻ വളവുകൾ തിരിഞ്ഞുള്ള യാത്രയ്ക്ക് തുടക്കമായി. ഈ രണ്ട് സൈഡിലും കാണുന്നത് തേക്കടി വനത്തിലോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ വഴിക്ക് വീതി കുറവാണെങ്കിലും നല്ല റോഡാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ വരുന്നത് കുമളിയിൽ നിന്നും കമ്പത്തിലോട്ടാണ് വരുന്നത്. ഇതാണ് റോഡ്. ധാരാളം കുരങ്ങന്മാരെയൊക്കെ നമുക്കവിടെ കാണാൻ. രണ്ട് സൈഡിലും നല്ല മരങ്ങൾ, ഭയങ്കര വലിപ്പമുള്ള മരങ്ങളാണ്. നല്ല പച്ചപ്പുമാണ്. കുമളി കമ്പം റൂട്ടിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ് പെൻസ്റ്റോക്സ്. അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്സ് വഴിയാണ്. ആ പൈപ്പിൽ 4 പൈപ്പിൽ കൂടെയാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. ഇത് 4 എണ്ണമാണ് ഉള്ളത്. ഇത് ഏകദേശം 3-4 ആൾക്കാർ വട്ടം ചേർന്ന് പിടിച്ചാലുള്ള വണ്ണമുണ്ട്. അത്രയ്ക്കും ഭീമാകരമായ പൈപ്പാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് മെയിൻ്റനൻസിന് വേണ്ടി ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ മേളിൽ വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ താഴോട്ടാണ് പോകുന്നത്. താഴെ ഗൂഡല്ലൂർ ഭാഗമാണ്. താഴെ പവർ ഹൗസ് ഉള്ളത്. പവർ ഹൗസിൽ കറണ്ട് എടുത്തതിന് ശേഷം കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം തുറന്നു വിട്ടേക്കുവാണ്. വെള്ളത്തിൻ്റെ പവർ മൂലമാണ് അവിടുത്തെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ 4 അത്ര ഇതേ സെറ്റപ്പിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത്. പെൻസ്റ്റോക്സിൻ്റെ ഫോട്ടോസ് എടുക്കാൻ നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഇവിടെ നമുക്ക് നിൽക്കുവാനുള്ള സ്പേസുകൾ വളരെ കുറവാണ്. കൂടാതെ ഇത് നല്ല വളവുകളുള്ള റോഡായതിനാൽ ഇറക്കത്തിൽ ലോഡുമായി വരുന്ന വണ്ടികളും വലിയ വണ്ടികളും ധാരാളമുള്ള റൂട്ടാണ്. പ്രത്യേകിച്ച് ശബരിമല സീസൺസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ഭയങ്കര തിരക്കുള്ള റോഡാണ്. നമ്മളതുകൊണ്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നല്ലൊരു ദൃശ്യഭംഗിയാണ്. കൂടാതെ നമുക്കിവിടെ പെരിയാർ പവർ സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം ഈ പെൻസ്റ്റോക്ക് വഴി അവർ കൊണ്ടുപോയി പെരിയാർ പവർ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഈ ജലത്തെ അവർ വൈഗ റിവറിലേക്ക് ഒഴുക്കി വിടുന്നു. അതിനുശേഷം ആ ജലം കൊണ്ട് തന്നെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. യാത്രകൾ തുടരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള ബസ് സർവീസാണ് ഈ കാണുന്നത്. പച്ചപ്പുല്ലുകൾ കൃഷി ചെയ്ത് കന്നുകാലികൾക്കായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിക്കുന്ന ലോഡ് വണ്ടിയാണത്. നമ്മൾ മുമ്പേ മുകളിൽ നിന്നും കണ്ട പെരിയാർ പവർ സ്റ്റേഷനിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഇതുവഴി സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പെരിയാർ പവർ സ്റ്റേഷനിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അടിവാരത്ത് എത്തിച്ചേർന്നു. ഇവിടെ നല്ല മനോഹരമായ ദൃശ്യമാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ആ മല കാണുന്ന ആ മലയുടെ അപ്പുറഭാഗമാണ് കേരളം വരുന്നത്. തമിഴ്നാട്ടിലോട്ട് കയറി കഴിയുമ്പോൾ സമതലമായ പ്രദേശമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, അവിടെ റോഡ് നല്ല റോഡാണ്. അതുകൊണ്ട് വണ്ടികളൊക്കെ നല്ല ചീറിപ്പാഞ്ഞാണ് ഇതിലെ വരുന്നത്. പല പല കൃഷികളാണ് ഇവിടെ. കേരളത്തിനാവശ്യമായതും അവർക്കുള്ളതും എല്ലാം അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്. തീറ്റപ്പുല്ല് കൃഷിയുണ്ട്. അതുപോലെ തന്നെ വെണ്ട, തെങ്ങ്, അങ്ങനെയുള്ള എല്ലാ അവരെ ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ തെങ്ങിൻ്റെ ഇടയിൽ അവർ പ്ലാവ് വെച്ച് പ്ലാവിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട്.
എന്താ വളരെ മനോഹരമായ ഒരു പെരിയാർ പവർ സ്റ്റേഷനിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ കൃഷികളൊക്കെ മനോഹരമായി ചെയ്യുന്നത്. പെരിയാർ റിവറിലേക്ക് വെള്ളം കൊണ്ടുവന്നതിൻ്റെ ദൃശ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.